നമഃശിവായ. അമ്മയുടെ സന്ദേശം. കാളിദാസൻ ക്ഷേത്രത്തിനുള്ളിൽ കടന്ന് കതകടച്ചു. ദേവി കതകിന് മുട്ടി. കതക് തുറക്കുന്നില്ല. ദേവി ചോദിച്ചു, അകത്താര്? ഉടനെ അകത്തു നിന്നൊരു ചോദ്യം, പുറത്താര്? വീണ്ടും ചോദിച്ചു, അകത്താര്? അതിനും മറുപടി, പുറത്താര്? അവസാനം ദേവി മറുപടി പറഞ്ഞു, പുറത്തു കാളി. അപ്പോൾ അകത്തു നിന്നു മറുപടി, അകത്തു ദാസൻ. എത്ര ചോദിച്ചിട്ടും ഞാൻ ഇന്ന ആളെന്നു പറഞ്ഞില്ല, പേരും പറഞ്ഞില്ല. പുറത്തു കാളി എന്ന് പറഞ്ഞതിന് ശേഷമാണ് അകത്ത് ദാസൻ എന്ന് പറയുന്നത്. ആ നിമിഷം അദ്ദേഹത്തിന് ഈശ്വര ദർശനവും ലഭിച്ചു. ഞാൻ നഷ്ടമാകുമ്പോൾ ശേഷിക്കുന്നത് അവിടുന്ന് മാത്രമാണ്. ഞാൻ എന്ന ചെറിയ വ്യക്തിത്വം നഷ്ടമാകണം. എല്ലാം അവിടുന്നാണ്, എല്ലാം ചെയ്യിക്കുന്നതും അവിടുന്ന് തന്നെ എന്ന ബോധമാണ് ശരിയായ ഭക്തി. സമർപ്പിക്കുക എന്ന് പറയുമ്പോൾ ചിലർ ചിന്തിക്കും, ഈശ്വരന് എന്തെങ്കിലും കൊടുത്താൽ മാത്രമേ ഫലം ലഭിക്കുകയുള്ളൂ എന്ന്. സമർപ്പണത്തെ മനസ്സിലാക്കേണ്ടത് അങ്ങനെയല്ല. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മനോബുദ്ധി തലത്തിലാണ്. ഞാൻ ശരീരമാണ്, ഞാൻ ഇന്നയാളുടെ മകനാണ്, മകളാണ്, എൻ്റെ പേരിതാണ് എന്നിങ്ങനെ ഈ ഞാനിൻ്റെ കൂടെ നമ്മൾ എന്തൊക്കെ കൂട്ടിച്ചേർത്തിട്ടുണ്ടോ അവയൊക്കെയാണ് സമർപ്പിക്കേണ്ടത്. അതിനെ തന്നെയാണ് അഹങ്കാരം എന്ന് പറയുന്നത്. അത് സമർപ്പിക്കുമ്പോൾ നമ്മൾ ഈശ്വരൻ്റെ ചുണ്ടിലെ പുല്ലാങ്കുഴലായി തീരും. പ്രണവനാഥമുയർത്തുന്ന ശംഖായി മാറും. ഇന്ന് ക്ഷേത്രാരാധന വെറും അനുകരണം മാത്രമാണ്. ഒരാൾ കുടുംബക്ഷേത്രത്തിൽ നിത്യവും പൂജ ചെയ്യുമായിരുന്നു. ഒരു ദിവസം എല്ലാം ഒരുക്കി വെച്ച് പൂജ തുടങ്ങിയ സമയം വളർത്തു പൂച്ച നിവേദിക്കാൻ വെച്ച പാലിൽ നക്കി. അടുത്ത ദിവസം അദ്ദേഹം എല്ലാം ഒരുക്കിയതിന് ശേഷം പൂച്ചയെ പിടിച്ച് ഒരു കൂട്ടക്കീഴിൽ അടച്ചിട്ടു. പൂജ തീർന്നതിന് ശേഷം അതിനെ തുറന്നു വിട്ടുള്ളൂ. അങ്ങനെ പൂജയ്ക്ക് മുമ്പ് പൂച്ചയെ കൂട്ടയ്ക്കു കീഴിലാക്കുന്നത് അദ്ദേഹം ഒരു ശീലമാക്കി. കുറേ നാൾ കഴിഞ്ഞു. മകൻ പൂജ ഏറ്റെടുത്തു. പൂച്ചയെ പൂജയ്ക്ക് മുമ്പ് അടച്ചിടുന്നത് മകനും തുടർന്നു. ഒരു ദിവസം പൂജയ്ക്കൊരുക്കിയ ശേഷം പൂച്ചയെ അന്വേഷിക്കുമ്പോൾ അതിനെ കാണുന്നില്ല. അത് ചത്ത വിവരം അപ്പോഴാണ് അറിയുന്നത്. പിന്നെ താമസിച്ചില്ല. അടുത്ത വീട്ടിലെ പൂച്ചയെ പിടിച്ചു കൊണ്ടുവന്ന് കൂട്ടക്കീഴിൽ അടച്ചതിന് ശേഷമേ പൂജ തുടങ്ങിയുള്ളൂ. അച്ഛൻ എന്തിനു വേണ്ടിയാണ് പൂച്ചയെ കൂട്ടക്കീഴിൽ അടച്ചിട്ടിരിക്കുന്നതെന്ന കാര്യം മകൻ അന്വേഷിച്ചില്ല. ഇതുപോലെയാണ് നമ്മൾ ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നത്. അതിൻ്റെ പിന്നിലെ തത്വം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. ഏതു മതത്തിലായാലും ആചാരങ്ങളുടെ പിന്നിലെ തത്വം നാം ഗ്രഹിക്കണം. അങ്ങനെയാകുമ്പോൾ അനാചാരങ്ങൾ നിലനിൽക്കുകയില്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ അവയെ ഉപേക്ഷിക്കാൻ കഴിയും. ആധ്യാത്മികതയെക്കുറിച്ചും ക്ഷേത്രാചാരങ്ങളുടെ പിന്നിലുള്ള തത്വങ്ങളെക്കുറിച്ചും മനസ്സിലാക്കി കൊടുക്കുവാനുള്ള സൗകര്യം ക്ഷേത്രങ്ങളോടനുബന്ധിച്ചുണ്ടാകണം. ക്ഷേത്രം മനുഷ്യ മനസ്സിൽ സംസ്കാരം വിളയിക്കുന്ന കേന്ദ്രങ്ങളായി മാറണം. എങ്കിൽ മാത്രമേ തിളക്കമാർന്ന പൈതൃകം വീണ്ടെടുക്കാൻ നമുക്ക് കഴിയൂ. ഹരി ഓം നമഃശിവായ.